ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് കുക്കിങ്ങാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് നമുക്ക് ദോശയായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ദോശ നമ്മൾ ചുടുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു എഗ് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു എഗ്ഗൊക്കെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗ് ദോശ എന്താ പറയുക ഇടയ്ക്കൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കുറച്ച് പെപ്പറും കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. സവാള അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, അത് ചേർക്കുക ടേസ്റ്റാണ്. നമ്മൾ പ്ലെയിനായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കട്ടെ. പിന്നെ നമ്മൾ ഒരു മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ തക്കാളി ചട്നിയും പിന്നെ നമ്മുടെ സ്വന്തം വെള്ള ചട്നി, അതായത് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. തേങ്ങാ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ല എത്ര ചട്നി എന്തുണ്ടെങ്കിലും തേങ്ങ ചട്നി കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ് ദോശ. പിന്നെ നമ്മുടെ കുറച്ച് പൊട്ടറ്റോ കറി മേലെ വെച്ചിട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് വളരെ കുറച്ച് മിനിമലായിട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ കറി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ചിക്കൻ കറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഡയറക്റ്റായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പൊടികളും എല്ലാ സംഭവങ്ങളും നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണ്. അതായത് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ കറി പൗഡർ കുറച്ച് ചേർത്തിട്ടുണ്ട്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് പിന്നെ ഒരു ഉരുളിയിൽ വളരെ കുറച്ച് ഓയിലൊഴിച്ച് പെരിഞ്ചീരകവും 2 ഏലക്കയും പിന്നെ 2 വറ്റൽമുളക് ചെറുതായതൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് വഴറ്റി നന്നായിട്ട് ബ്രൗൺ മൂപ്പായതിന് ശേഷമാണ് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ കുറേ നേരം അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഫുള്ള് വെക്കില്ല, കാരണം അധികം വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അത് സ്ലോ കുക്കായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. കോക്കനട്ട് ഓയിൽ ഇത്ര തന്നെ മതിയാവും. അത് തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പാകത്തിന് കുറുകി വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടില്ല, എന്നാലും ഇതിന് വേറൊരു ടേസ്റ്റ്. എന്തായാലും ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് എരിവും ഉപ്പും സ്പൈസസൊക്കെ പിടിച്ചിട്ട് അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ രീതിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് കൂടുതൽ നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും കറി വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നിങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സാലഡ്, അതായത് കുക്കുംബറും തക്കാളിയും പിന്നെ നമ്മുടെ പച്ചമുളകും ഉപ്പും കേർഡാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. സവാള ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു സാലഡ് വേണമല്ലോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും യമ്മിയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ നമ്മുടെ ഒരു മെനു. അപ്പോൾ ആവശ്യത്തിന് ചോറൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ കൂടെ നമ്മുടെ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കിന്ന് മോർണിംഗ് വെച്ചതിൽ കുറച്ച് മുതിരക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പിന്നെ നമ്മുടെ സ്വന്തം സാലഡ് കേട്ടോ. അപ്പോൾ അതും വിളമ്പി. അപ്പോൾ അതിങ്ങനെ തൈര് കൂട്ടി കഴിക്കാൻ ചിക്കൻ കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബായ്.